പി പി ജോസഫ് ഉണ്ട്, കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധിയായി ചർച്ചയുടെ ഭാഗമാണ്. ശ്രീ പി പി ജോസഫ്, ഇതിപ്പോൾ കോളേജ് മാനേജ്മെന്റ് ഇന്ന് ഈ ആവശ്യത്തെ പൂർണ്ണമായും നിരാകരിക്കുന്നുണ്ട്. ഒരു ചർച്ചയും ഇതിന്മേൽ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും വിദ്യാർത്ഥി സംഘടനകൾ, സംസ്ഥാന ശക്തമായ വിദ്യാർത്ഥി സംഘടനകൾ എല്ലാം തങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമല്ല എന്ന് വ്യക്തമാക്കുകയാണ്. അവരുടെ സംസ്ഥാന പ്രസിഡന്റുമാർ തന്നെ ഈ വിഷയത്തിൽ ന്യൂസ് എയ്റ്റിനോട് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ആരാണ്, ഏതു കേന്ദ്രത്തിൽ നിന്നാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചത്, അവരുടെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ്, സംസ്ഥാനത്തെ സമാധാനപരമായ വിദ്യാഭ്യാസ സാഹചര്യത്തെ ഏതു തരത്തിൽ സ്വാധീനിക്കാനാണ് ഇവർ ശ്രമിച്ചത് എന്ന ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. തീർച്ചയായും ഇതൊരു ഗൂഢാലോചനയുടെ ഫലമായി കടന്നു വരുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. ഇതൊരു സൈസ് അധിനിവേശമാണ്. അതായത് മാനേജ്മെന്റ് സ്ഥലങ്ങളിലേക്ക്, എസ്പെഷ്യലി ക്രിസ്ത്യൻ മാനേജ്മെന്റ് പോലുള്ള വിദ്യാർത്ഥികൾ ഇപ്പൊ അവർ കൂടുതലായി കടന്നു വരുന്നു. അതിന്റെ ഭാഗമായി ഒരു മതത്തിൽപ്പെട്ടവർ കടന്നു വരുന്നു. അപ്പൊ അവർ കൂടുതൽ അവകാശങ്ങൾ അവർ ചോദിക്കുന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനിവിടെ സാക്ഷാൽ ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. നമ്മൾ വിദ്യാലയത്തിലേക്ക് വിദ്യാർത്ഥികളെ നമ്മൾ അയക്കുന്നത് എന്തിനാ? അവരിവിടെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരുടെ ലക്ഷ്യം പഠനമാണ്. മതപഠനത്തിന് അവർക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. ഇനി അവർക്ക് പോരാ, അവർക്ക് അവരുടെ മതപരമായി എന്തെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും പ്രത്യേക ദിവസം ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് അതിന് പറ്റിയ ആരാധനാലയങ്ങളുണ്ട് അവർക്ക് അവിടെ പോകാം. അവിടെയൊന്നും പോകാതെ ഓരോ വിദ്യാലയങ്ങളിലും അവർക്ക് കോളേജുകളിലും ക്യാമ്പസുകളിലും അവർക്ക് അവരുടേതായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്ന് പറയുന്നത് തീർച്ചയായും തെറ്റാണ്. അതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ട്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരു അധിനിവേശം ഒരു ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ആ ഗൂഢലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി മറ്റു ചിലരുടെ പ്രേരണയാൽ നടത്തുന്ന ഒരു നീക്കമായി മാത്രമേ ഇതിനെ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. ആ ഒരു പ്രേരണ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇനിയും അത് സംഭവിക്കാം. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇത്തരക്കാർ രംഗത്ത് വന്നു എന്ന് കരുതാം. അവരെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നേരിടേണ്ടതുണ്ട്. ഇത്തരം സംഘടനകളുടെ ഇപ്പോഴത്തെ നിലപാടും സ്വാഗതാർഹമാണ്. പരോക്ഷമായി പോലും ഇത്തരം ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകില്ല എന്നുള്ള ആവശ്യം പോലും, എത്തരത്തിലുള്ള നിലപാട് പോലും സ്വാഗതാർഹമാണ്. അങ്ങനെ ഇത്തരം ആവശ്യങ്ങളെ മുളയിലെ നുള്ളുക. ഇപ്പോൾ ക്രൈസ്തവ സംഘടനകൾ ഒട്ടാകെ ഒരുമിച്ച് ഈ വിഷയത്തിൽ ഇവർക്കെതിരെ നിന്നു. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ പിന്തുണച്ചു എന്ന് പറഞ്ഞ സംഘടനകൾ പോലും പിന്നോട്ട് മാറേണ്ട അവസ്ഥ വന്നത്. അങ്ങനെ ഒരു നിലപാട് സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട്. അവബോധം ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ തന്നെ ഇതിനെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരത്തിലും വളർത്താത്ത തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മതം എന്ന് പറയുന്ന രണ്ട് തരത്തെ നമുക്ക് കാണാം. ഒന്ന്, അതിനെ വ്യക്തിപരമായി കാണേണ്ടിയിരിക്കുന്നു. വ്യക്തിപരമായിട്ടാണ് മതത്തിൽ വിശ്വസിക്കുകയും മതാനുഷ്ഠാനമായ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമ്മുടെ വീടും മറ്റുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിദ്യാലയം എന്ന് പറഞ്ഞാൽ അവിടെ പൊതുസമൂഹത്തിന് പൊതുവായി വന്ന് പഠിച്ച് വിദ്യ നേടി അറിവ് നേടി നമ്മളൊരു മറ്റൊരു സാധ്യതയിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണ്. ആ ഇടങ്ങളിൽ നമ്മൾ അവിടെയെങ്കിലും നമ്മൾ ഒരു മതാത്മകത മാറ്റി നിർത്തിക്കൊണ്ട് സഹോദരനായി കാണുകയും മറ്റുള്ളവരെ അങ്ങനെ കാണുകയും ചെയ്തുകൊണ്ട് ഒരു പുതിയ സംസ്കാരം, ഇന്നലെ വരെ നമുക്കിവിടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ആ സംസ്കാരം ഒന്നുകിൽ തിരിച്ചു കൊണ്ടുവരുമോ അല്ലെങ്കിൽ ഒരു പുതിയ സംസ്കാരത്തിലേക്ക് നമ്മൾ പോവുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പ്രാചീന യുഗത്തിലേക്ക് പോകുന്നതിന് തുല്യമായിരിക്കും. അതൊരു വിധത്തിലും കേരള സമൂഹം അനുവദിച്ചു കൊടുത്തുകൂടാ. പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകൾ, നമുക്ക് സങ്കടം വന്നത് ഇന്നലെ SFI പോലുള്ള പുരോഗമനവാദം പറയുകയും മതത്തിന് അതീതമായി നിലകൊള്ളുകയും ചെയ്യുന്ന ചില സംഘടനകൾ അതിനെ പിന്തുണയ്ക്കാൻ ചെന്നു എന്നുള്ളത് കണ്ടപ്പോഴാണ് അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടായത്. തീർച്ചയായും പൊതുസമൂഹം അതിനെ ആ രീതിയിലേ കാണത്തുള്ളൂ. തീർച്ചയായും നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിന് മുഴുവൻ പിന്തുണയുണ്ടാകും. നാടുകളിലും ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഇങ്ങനെയുള്ള നീക്കങ്ങളുമായി ആരെങ്കിലും വന്നാൽ എന്ന് പറയുവാനും നമ്മൾ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും അതാണ് നിലപാട്. കത്തോലിക്ക കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ പി പി ജോസഫാണ് ഈ വിഷയത്തിൽ സംസാരിച്ചത്. അങ്ങനെയാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം